ഡിയർ കീം ആസ്പിറൻസ്, നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അഥവാ CET. 1939 അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് CET. CET പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് BTech കോഴ്സസിൻ്റെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൽ കൺവെൻഷണൽ ബ്രാഞ്ചസ് കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ കുറച്ച് കോഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഓഫ് ഇൻടേക്സ്, അതായത് ഒരു വർഷം എത്ര സീറ്റ്സ് ആണ് CETയിൽ അലോട്ട് ചെയ്തിട്ടുള്ളത് ഓരോരോ റെസ്പെക്റ്റീവ് ബ്രാഞ്ചസിന്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. CETയിലെ മാത്രം പ്രത്യേകതകൾ നമുക്ക് നോക്കാം. കേരളത്തിൽ ബെറ്റർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള റിസർച്ച് സെൻ്ററായ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ CETയിലാണ് ഉള്ളത്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് വേണ്ടിയുള്ള ലേറ്റസ്റ്റ് കമ്പോണൻറ്റ്സ് സ്റ്റുഡൻസിന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നൽകാനായിട്ട് കേരള ഗവൺമെൻറ്റും ജർമ്മൻ കമ്പനിയുമായ ബോഷ് റെക്സ്റോത്തും കൂടെയുള്ള ഒരു ജോയിൻറ്റ് ഇനിഷ്യേറ്റീവാണ് ബോഷ് റെക്സ്റോത്ത് CET സെൻറ്റർ ഓഫ് എക്സലൻസ്. ഇതും CETയിലാണുള്ളത്. അതുപോലെ CET UD ട്രക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. മൈനിങ്ങിനും കൺസ്ട്രക്ഷനും വേണ്ടിയുള്ള ഹെവി ഡ്യൂട്ടി ട്രക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ് UD ട്രക്സ്. അവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി അവരുടെ ഒരു ട്രക്കിൻ്റെ ഒരു മോഡൽ CETക്ക് നൽകിയിട്ടുണ്ട്. 200 മീറ്റർ ട്രാക്ക്, ഫുട്ബോൾ ഫീൽഡ്, ക്രിക്കറ്റ് പിച്ച്, ഹാൻഡ്ബോൾ കോർട്ട്, കബഡി കോർട്ടൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഔട്ട്ഡോർ സ്റ്റേഡിയം ഉണ്ട്. കൂടാതെ ബാസ്കറ്റ്ബോൾ കോർട്ട്, ടേബിൾ ടെന്നീസ് ബോർഡ്, ബാഡ്മിൻ്റൺ കോർട്ട് അടങ്ങിയ ഒരു ഇൻഡോർ സ്റ്റേഡിയം കൂടെ CETയിലുണ്ട്. അവരുടെ കൾച്ചറൽ ഫെസ്റ്റിനെ അറിയപ്പെടുന്ന പേരാണ് ധ്വനി. അവരുടെ ടെക് ഫെസ്റ്റിനെ അറിയപ്പെടുന്ന പേരാണ് ദൃഷ്ടി. 2023 പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2022 പ്ലേസ്മെന്റ് ഡീറ്റെയിൽസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹയസ്റ്റ് പാക്കേജ് ആണ് 33 LPA. ലാസ്റ്റ് ഒരു 5 വർഷത്തെ കണക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 1500 സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 200ഓളം കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് ഇവിടുത്തെ സ്റ്റുഡൻസ് നടത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ലാസ്റ്റ് 5 ഇയേഴ്സിൽ നോക്കിയിട്ട് ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് വന്നിരിക്കുന്നത് 33 LPA ആണ്. മീൻസ് ഒരു വർഷം 33 ലക്ഷം രൂപ സാലറി. എടുത്തു പറയേണ്ട കുറച്ച് അലുമിനീസ്, അതായത് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങൾ. ഒന്നാമത് G മാധവൻ നായർ സാറാണ്. ഫോർമർ ISRO ചെയർമാൻ ആയിരുന്നു. അതുപോലെ MB പരമേശ്വരൻ നായർ, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്. 2024 കീം റാങ്ക് അപ് ടു ഫേസ് 2 സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള റാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓരോരോ ബ്രാഞ്ചസിൽ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡേറ്റയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. രണ്ടാമത് വരുന്ന കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, GEC തൃശ്ശൂർ. കേരളം രൂപീകരിച്ചതിനു ശേഷം ആരംഭിച്ച ആദ്യത്തെ കോളേജാണ് GEC തൃശ്ശൂർ. 1958 കോളേജ് സ്ഥാപിക്കുന്നത്. കോർ ബ്രാഞ്ചസ് കൂടാതെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, സൈബർ ഫിസിക്കൽ സിസ്റ്റംസും ഇവിടെയുണ്ട്. അവരുടെ നമ്പർ ഓഫ് സീറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പ്ലേസ്മെന്റ്സ് നമുക്ക് നോക്കാം. ഇവരുടെ ബെസ്റ്റ് പ്ലേസ്മെന്റ് നടക്കുന്നത് 2022 ഏകദേശം 710 ഓഫേഴ്സ് ആണ് ആ കമ്പനികളിൽ വന്നിട്ടുള്ളത്. അതായത് പിള്ളേർക്ക് 710 ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം 75+ കമ്പനീസ് വന്നിട്ടുണ്ട്. എല്ലാവരുടെ സാലറി എടുത്ത് നമുക്കൊരു ആവറേജ് സാലറി വരുന്നത് 6.8 LPA. അവിടുത്തെ ഹയസ്റ്റ് ഓഫർ വന്നത് 32 LPA ആയിരുന്നു. 2022 ഇവരുടെ ഹയസ്റ്റ് നമ്പർ ഓഫ് പ്ലേസ്മെന്റ്സ് നടന്നിട്ടുള്ളത്. 2023 22 അതായത് ലാസ്റ്റ് 5 ഇയർ ഡാറ്റയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓരോ ബ്രാഞ്ച് വൈസ് ഡാറ്റാസും ഉണ്ട്. അതുപോലെ തന്നെ 2022, 2023, 2021 പോലുള്ള ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഉണ്ട്. 2024 2025 അവൈലബിൾ അല്ല. 2023 വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 2022 ഏകദേശം 700+ ഉണ്ട്. പക്ഷെ ഒരു ആവറേജ് 2023 ഒരു 600+ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും മിനിമം 400 പ്ലേസ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇവരുടെ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ പേരാണ് ദ്യുതി. എടുത്തു പറയേണ്ട കുറച്ച് അലുമിനീസ് ആണ്. നമ്മുടെ K രാധാകൃഷ്ണൻ സാർ, ഫോർമർ ISRO
സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതുപോലെ ടെസ്സി തോമസ് മാഡം, ചന്ദ്രദത്തൻ സാർ, ഇവരൊക്കെ GEC തൃശ്ശൂരിൽ നിന്ന് പാസ് ഔട്ടായ വ്യക്തികളാണ്. 2024 സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ ഏതെല്ലാം ബ്രാഞ്ചസിന് എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട് എന്നുള്ളൊരു ഡേറ്റയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. തേർഡ് വണ്ണാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. 1989 IHRDയുടെ കീഴിൽ കേരള സർക്കാർ സ്ഥാപിച്ച കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ബിടെക്കിൽ ഇത്രയും കോഴ്സസ് ആണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോർ ബ്രാഞ്ചസ് കൂടാതെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് പോലുള്ള മറ്റ് ചില കോഴ്സസ് കൂടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒരുക്കിയിട്ടുണ്ട്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെ മറ്റു കോളേജിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവരുടെ പ്ലേസ്മെന്റ്സ് ആണ്. 23-24 കിട്ടിയ മാക്സിമം ഓഫർ എന്ന് പറയുന്നത് 52 lakhs CTC ആണ്. അതായത് ഒരു വർഷം 52 ലക്ഷം രൂപ സാലറി വരുന്ന പാക്കേജാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. 2024 ഉള്ള പ്ലേസ്മെന്റ് ഡാറ്റാസും വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് കമ്പനീസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ ഓരോരോ ബ്രാഞ്ച് വൈസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റാസും ഇവിടെ നൽകിയിട്ടുണ്ട്. ടോട്ടൽ 353 പ്ലേസ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ 2024 ഇവിടെ നടന്നിട്ടുള്ളത്. MEC കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ലെവൽ ടെക്നോ മാനേജറിയൽ ഫെസ്റ്റാണ് എക്സൽ. ഇവിടുത്തെ ലാസ്റ്റ് കീം റാങ്ക് അപ് ടു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന കോളേജാണ് TKM, തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. 1958 കോളേജ് സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ പ്രൈവറ്റ് സെക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് TKMനെ വിശേഷിപ്പിക്കാം. അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന BTech പ്രോഗ്രാംസിനെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് സീറ്റ്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൺവെൻഷണൽ ബ്രാഞ്ചസ് കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, AI, അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള അഡീഷണൽ ബ്രാഞ്ചസും കൂടെ ഇവിടെ ഉണ്ട്. TKMൽ ഇവർക്കൊരു സ്ട്രോങ് അലുമിനി നെറ്റ്വർക്ക് ഉണ്ട്. ഇവരെല്ലാം പല കമ്പനികളുടെയും ടോപ്പ് പൊസിഷൻസിലുള്ളവരാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കമ്പനീസ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് പ്ലേസ്മെന്റ്സ് നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ അലുമിനീസ് തന്നെയാണ്. മുൻ വർഷത്തെ പ്ലേസ്മെന്റ് ഡേറ്റാസ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്പർ ഓഫ് റിക്രൂട്ടേഴ്സ് വരുന്ന കമ്പനികളുടെ എണ്ണം 105 ആയിരുന്നു. 2023-2024 87 ആയിരുന്നു. ഏകദേശം കറന്റ്ലി ഇപ്പോൾ 2025 ഏകദേശം 319 പേരാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഓഫേഴ്സ് കിട്ടിയിട്ടുള്ള ഓഫേഴ്സ് 399 ആണ്. അതുപോലെ ഓരോരോ റെസ്പെക്റ്റീവ് ഇയേഴ്സിൽ, ഓരോരോ അക്കാഡമിക് ഇയറിൽ എത്ര ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. 2024-2025 ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഓൺഗോയിങ് ആണ്. ഇവിടുത്തെ എടുത്തു പറയേണ്ട അലുമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോമനാഥ് സാറാണ്. 1985 ബാച്ചിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പുള്ളിയായിരുന്നു 10th ചെയർമാൻ ഓഫ് ISRO. ഇവരുടെ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേരാണ് ഹെസ്റ്റിയ. കീം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്, അപ് ടു സെക്കൻഡ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, AI എന്ന് പറയുന്നത് ന്യൂലി ലോഞ്ച്ഡ് കോഴ്സാണ്. നെക്സ്റ്റ് വരുന്ന കോളേജാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോട്ടയം. ഇത് 1991 ഗവൺമെന്റ് ഓഫ് കേരള സ്ഥാപിച്ച കോളേജാണ്. ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന BTech പ്രോഗ്രാംസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൺവെൻഷണൽ ബ്രാഞ്ചസ് കൂടാതെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടെ നമ്മുടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2025 പ്ലേസ്മെന്റ് ഡേറ്റ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം CSEയിൽ 87 സ്റ്റുഡൻസിനെ പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. EEEയിൽ 31, 36 ഇതൊക്കെയാണ് അവരുടെ നമ്പേഴ്സ്. 2024 ഡേറ്റാസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവരുടെ കൾച്ചറൽ ഫെസ്റ്റിന്റെ പേരാണ് ഋതു. 2024 കീമിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1999 ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് BTech, MTech, റിസർച്ച് പ്രോഗ്രാം, ഷോർട്ട് ടൈം കോഴ്സുകളാണ്. ഇവിടെ മെയിനായി 5 BTech ഡിഗ്രി കോഴ്സുകളാണ് ഉള്ളത്. BTech in Electrical and Electronics Engineering, BTech in Electronics and Communication Engineering, BTech in Information Technology, BTech in Mechanical Engineering, BTech in Civil Engineering. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടുത്തെ ടോപ്പ് മോസ്റ്റ് പ്ലേസ്മെന്റ് കമ്പനീസുകളാണ്. ഇതിൽ
ബെൽ പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോലികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് 2023-24 ഇയറിലെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് ആണ്. ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്രത്തോളം ആളുകൾ പ്ലേസ്മെന്റ് ആയിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാം. അടുത്തത് നോട്ടബിൾ അലൂമിനിയാണ്. നമ്മുടെ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായ ഹരിത വി കുമാർ IAS ഇവിടെ നിന്നാണ് ഗ്രാജുവേറ്റ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയാൻ ഇഷ്ടമുള്ള കാര്യം ഇവിടുത്തെ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ആണ്. ഇവിടുത്തെ മെയിനായി സെലിബ്രേറ്റ് ചെയ്യുന്ന ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയുന്നത് ആഗ്നിയാണ്. ഇതിൽ ഒരുപാട് ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ഇവന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയറിലെ, അതായത് 2024 ഫേസ് 2 കീ റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1961 ടോട്ടൽ 62 ഏക്കേഴ്സിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാംസ് BTech, MTech റിസർച്ച് പ്രോഗ്രാംസ് ആണ്. ഇവിടുത്തെ മെയിൻ ബ്രാഞ്ചസും അതിനോട് കൂടിയുള്ള ഫസ്റ്റ് ഇയർ ഇൻടേക്സും ലാറ്ററന്റ് ഇൻടേക്കും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇന്നൊവേഷൻ ആൻഡ് ഇന്റേൺഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ ആണ്. അടുത്തതായി നമ്മൾ കാണാൻ കഴിയുന്നത് 2022-ലെയും 2021-ലെയും പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് കാണുന്നത് ഇവിടുത്തെ നോട്ടബിൾ അലൂമിനിസ് ആണ്. ഇതിൽ കൂടുതലും IAS റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് ഇവിടുത്തെ നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റ് ആണ്, തക്ഷാക്. തക്ഷാക്കിലൂടെ യങ് എഞ്ചിനീയേഴ്സിന്റെ ടെക്നിക്കൽ ആൻഡ് ഇന്നോവേഷൻ സ്കിൽസ് ഷോക്കേസ് ചെയ്യാറുണ്ട് ഓരോ വർഷവും. ഇനി അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയറിലെ, അതായത് 2024 ഫേസ് 2 കീം റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ കാണാൻ കഴിയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കീം ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഇത്രയുമാണ് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1960 ഇത് ടോട്ടൽ 125 ഏക്കേഴ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാംസ് BTech, MTech, PhD ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ്. അതിനോടൊപ്പം തന്നെ ആനുവൽ ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. അടുത്തതായി പറയുന്നത് ഇവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. 2024-25 ബാച്ചിലെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ടോപ്പ് കമ്പനീസിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ അലൂമിനിയെ കുറിച്ചാണ്. ഇതിൽ കൂടുതലും IAS റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. അടുത്തത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ആണ് ദിക്ഷ. ഇതിലൂടെ യങ് എഞ്ചിനീയേഴ്സിന്റെ കൂടുതലും ഇന്നോവേഷൻ ആയിട്ടുള്ള പ്രോഗ്രാംസും ടെക്നിക്കൽ ഈവന്റ്സും കൾച്ചറൽ ഫെസ്റ്റും നടത്തി വരാറുണ്ട്. അവസാനമായി കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഇയർ, അതായത് 2024 ഫേസ് 2 ബ്രാഞ്ച് വൈസ് ഉള്ള കീം റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഓരോ ബ്രാഞ്ചിന്റെയും കീം റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1986 ടോട്ടൽ 68 ഏക്കറിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മെയിനായി ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് BTech, MTech, PhD ആണ്. ഇവിടുത്തെ മെയിൻ BTech പ്രോഗ്രാംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇൻടേക്ക് കൗണ്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 2023-24 ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്ലേസ്മെന്റ് പെർസെന്റേജസ് ആണ്. അതിനോടൊപ്പം തന്നെ 2018 തൊട്ട് 2023 വരെയുള്ള പ്ലേസ്മെന്റ് കൗണ്ട്സും ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ നോട്ടബിൾ അലൂമിനീസ് ആണ്. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് ഇവിടുത്തെ ടെക്നിക്കൽ ഫെസ്റ്റ് ആണ്. എക്സ്പ്ലോർ ആണ് ഇവിടുത്തെ ടെക്നിക്കൽ ഫെസ്റ്റ്. ഇതിൽ ടെക്നിക്കലി ഇന്നോവേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഇവിടുത്തെ കുട്ടികൾ ഷോക്കേസ് ചെയ്യാറുണ്ട്. ഈ കോളേജിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പോർട്സ് ആണ്. ചെസ്, കൊക്കോ, ഹാൻഡ്ബോൾ എന്നിവയിൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഇവർ നേടിയിട്ടുണ്ട്. അവസാനമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ലാസ്റ്റ് ഇയർ, അതായത് 2024 ഫേസ് 2 ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള കീം റാങ്ക് കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും കീം ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കാക്കനാട്. ഇവിടെ മെയിനായി ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് BTech, MTech ആൻഡ് PhD ആണ്.
ഇവിടുത്തെ മെയിൻ ബിടെക് ബ്രാഞ്ചുകൾ ഈ കൊടുത്തിരിക്കുന്നവയാണ്. അടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. 2024 പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2024 ടോപ്പ് പ്ലേസ്മെന്റ് കമ്പനീസുമാണ് ഈ പൈ ചാർട്ടിൽ കാണാൻ കഴിയുന്നത്. അടുത്തത് നിങ്ങൾ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ നോട്ടബിൾ അലൂമിനീസ് ആണ്. ഫെബിൻ ഫിലിപ്സ് ആൻഡ് അഞ്ജന ഉണ്ണികൃഷ്ണനാണ് ഇവിടുത്തെ നോട്ടബിൾ അലൂമിനീസ്. ഇവർ രണ്ടുപേരും IAS റാങ്ക് ഹോൾഡേഴ്സ് ആണ്. ഇനി നിങ്ങൾക്ക് അറിയുവാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഇവിടുത്തെ ആർട്ട് ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. ഭരതമാണ് ഇവിടുത്തെ ആർട്ട് ഫെസ്റ്റിവൽ. ഇതിലൂടെ കുറെ കുട്ടികളുടെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാറുണ്ട്. അവസാനമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലാസ്റ്റ് ഇയറിലെ, അതായത് 2024 ഫേസ് 2 ഡിപ്പാർട്ട്മെന്റ് വൈസ് ലാസ്റ്റ് ഇയർ കീം കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് 2013 മുത്തൂർ ഗ്രൂപ്പിന് കീഴിൽ എറണാകുളം ജില്ലയിൽ കൊച്ചി സ്മാർട്ട് സിറ്റിക്കും ഇൻഫോപാർക്കിനും സമയമാണ് ഈ കോളേജ് സ്ഥാപിതമായത്. മുത്തൂർ കോളേജ് 14 ഏക്കർ ക്യാമ്പസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലോങ് വിത്ത് ഫെസിലിറ്റീസ് ഓഫ് മോഡേൺ ലാബ്സ്, ഡിജിറ്റൽ ലൈബ്രറി, ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഈ കോളേജിൽ കൊടുക്കുന്ന മേജർ UG പ്രോഗ്രാംസ് ഇവയാണ്. ബ്രാഞ്ചസിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പ്രോഗ്രാംസ് എല്ലാം KTU അഫിലിയേറ്റഡ് ആണ് ആൻഡ് ഓൾസോ അപ്രൂവ്ഡ് ബൈ AICT. മാത്രമല്ല ഈ കോളേജിലെ 5 UG പ്രോഗ്രാംസും NBA അക്രഡിറ്റഡുമാണ് ആൻഡ് ഓൾസോ NRF റാങ്കിങ്ങിൽ 151 to 300 റേഞ്ചിലാണ് ഉള്ളത്. ഈ കോളേജിന്റെ മേജർ പെക്യുലാരിറ്റി എന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ടോപ്പ് ലെവൽ ഗവൺമെന്റ് കോളേജിൽ വരുന്ന പാസ് പെർസെന്റേജ് ഇവിടെ അക്വയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ആക്റ്റീവ് പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിങ് സെല്ലും ഇവിടെയുണ്ട് വിത്ത് റിക്രൂട്ടേഴ്സ് ലൈക്ക് IBM, Infosys, TCS, Cognizant, etc. ഓൾമോസ്റ്റ് ഒരു 89% പ്ലേസ്മെന്റ് റേറ്റ് ആണ് ഇവിടെ വരുന്നത് വിത്ത് മീഡിയൻ സാലറി of 4.12 lakh in 2023 and 621 placements in 2024. ഒരു സ്ട്രിക്റ്റ് ക്യാമ്പസ് ലൈഫ് ആണ് ഇവിടെ ഉള്ളതെങ്കിലും ആർട്ട് ഫെസ്റ്റ് ലൈക്ക് വർണ്ണം, തരംഗം ആർ ഓൾസോ കണ്ടക്ടഡ് ഹിയർ. മുത്തൂർ കോളേജിൽ അക്കാഡമിക് പാർട്ണർഷിപ്പ് ആയിട്ട് IIT അലുമിനി ഗ്രൂപ്പും ഇവിടെ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ സിമെൻസ്, IBM, HMT ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പാർട്ണർഷിപ്സും ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ആസ് പെർ 2024 ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫിസാറ്റ് 2002 ഫെഡറൽ മാനേജ്മെന്റ് കീഴിൽ അങ്കമാലിയിലാണ് ഈ കോളേജ് സ്ഥാപിതമായത്. ഇവിടുത്തെ മേജർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ് ഈ കാണുന്നത്. ഫിസാറ്റിൽ റോബോട്ടിക്സ് ലാബ്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ്, ലൈബ്രറി ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും പ്രൊവൈഡഡ് ആണ്. അതേപോലെ ഈ കോളേജിലെ മേജർ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം NBA ക്രെഡിറ്റഡും ആൻഡ് ഓൾസോ NAC ക്രെഡിറ്റഡ് വിത്ത് A+ ഗ്രേഡും ആണ് വരുന്നത്. കേരള സ്റ്റാർട്ടപ്പിന് കീഴിൽ വരുന്ന ഫാബ് ലാബ് സെന്ററും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഒരുപാട് റിസർച്ച് സെന്റേഴ്സും ഇവിടെ നിലവിലുണ്ട്. IIT ബോംബെയുടെ ഏകലവ്യ പ്രൊജക്ടിന്റെ ഒരു റിമോട്ട് സെന്ററും ഫിസാറ്റിലാണ് ഉള്ളത്. പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 2025 ഓൾമോസ്റ്റ് ഒരു 603 പ്ലേസ്മെന്റ്സ് വന്നിട്ടുണ്ട് വിത്ത് ഹയസ്റ്റ് പാക്കേജ് ഓഫ് 16.4 lakh per annum ആൻഡ് ഓൾസോ ഇൻ 2024 542 ഓഫേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് വിത്ത് ഹയസ്റ്റ് പാക്കേജ് ഓഫ് 47.88 LPA. മാത്രമല്ല മെക്കാനിക്കൽ ബ്രാഞ്ചിന്റെ കോർ പ്ലേസ്മെന്റ്സും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു നോട്ടബിൾ അലുമിനിയാണ് കേരളത്തിന്റെ ഫസ്റ്റ് പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടിന്റെ ഓണർ ആയിട്ടുള്ള രാകേഷ് റോയ്. സോ ഈ കാണുന്നതാണ് ഫിസാറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആസ് പെർ 2024. ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് SCT ട്രിവാൻഡ്രം 1995 കേരള സർക്കാരിന് കീഴിൽ KSRTC മാനേജ്മെന്റിന്റെ കീഴിലാണ് SCT സ്ഥാപിതമായത്. ഈ കോളേജ് KTUവിന് കീഴിലും അതേപോലെ തന്നെ AICT അപ്രൂവ്ഡുമാണ്. വേൾഡ് ബാങ്ക് ഫണ്ട് ലഭിക്കുന്ന കേരളത്തിലെ 7 കോളേജിലെ ഒരെണ്ണം SCT ആണ്. മാത്രമല്ല SCTയുടെ ഇന്റേൺഷിപ്പ് ആൻഡ് റിസർച്ച് ടൈപ്സ് ആയിട്ട് VSSC, DRDO, ERNDCI, ടെക്നോ പാർക്ക് ആൻഡ് ISSC ആയിട്ടാണ് വരുന്നത്. ഈ കോളേജിൽ കൊടുക്കുന്ന മേജർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇവയാണ്. കോർ ബ്രാഞ്ചസിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓൾസോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്ട്രീമും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ വളരെ റെയറായി കണ്ടുവരുന്ന ഇലക്ടീവ്സ് ലൈക്ക് ഇ-കൊമേഴ്സ്, വെഹിക്കിൾ ഡിസൈൻ, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഏവിയേഷൻ ഇലക്ട്രോണിക്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, മെക്കട്രോണിക്സ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NIT കാലിക്കറ്റിന് പുറമെ മെക്കട്രോണിക്സ് ലാബ് ഉള്ള കേരളത്തിലെ ഏക ലാബ് SCTയിലാണ്. പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 75% പ്ലേസ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് വിത്ത് മീഡിയൻ സാലറി ഓഫ് 4.10 lakhs per annum ആൻഡ് ഓൾസോ 2024 പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 35% പ്ലേസ്മെന്റ് ഇവിടെ നടന്നിട്ടുണ്ട് വിത്ത് മേജർ റിക്രൂട്ടിംഗ് കമ്പനീസ് സച്ച് ആസ് Bosch, IBM, HDFC, Nissan, Cubus, etc. സോ ഈ കാണുന്നതാണ് SCTയിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആസ് പെർ 2024. LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ പൂജപ്പുര ട്രിവാൻഡ്രം കേരള സർക്കാരിന് കീഴിലുള്ള സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജാണ് LBS. ഈ കോളേജ് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മേജർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇവയാണ്. പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80 to 90% പ്ലേസ്മെന്റ് റേറ്റ് ഇവിടെ വരുന്നുണ്ട് വിത്ത് മേജർ IT കമ്പനീസ് സച്ച് ആസ് ടാറ്റ, IBM, Nissan, Accenture, etc. സോ ഈ കാണുന്നതാണ് ഈ കോളേജിലെ
ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആസ് പെർ 2024. മാർ ബെസിലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം. മലങ്കര ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിൽ 2002 ഈ കോളേജ് പ്രവർത്തനം തുടങ്ങിയത്. 130 ഏക്കറിൽ വിശാലമായ ക്യാമ്പസ് ബ്ലോക്സ്, എക്കോ ഫ്രണ്ട്ലി ഡിസൈൻസ്, ലൈബ്രറി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ പ്രൊവൈഡഡ് ആണ്. 2020 10 കൊല്ലത്തേക്ക് മാർ ബെസിലിയസ് കോളേജ് ഓട്ടോണോമസ് സ്റ്റാറ്റസ് അക്വയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ കോളേജ് എന്ന് പറയുന്നത് KTU അണ്ടറിലാണ് വിത്ത് AICT അപ്രൂവൽ. ഈ കോളേജിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ UG പ്രോഗ്രാംസിനും NBA അക്രഡിറ്റേഷൻ ഉണ്ട് ആൻഡ് ഓൾസോ NAC ഗ്രേഡ് വിത്ത് A. സോ ഇവയാണ് മാർ ബെസിലിയസ് കോളേജിൽ കൊടുക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. സോ കോർ ബ്രാഞ്ചസിന് പുറമെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ ഒരു 11 lakh per annum ആണ് ഇവിടെ ഹയസ്റ്റ് ഓഫർ വന്നിരിക്കുന്നത്. ആൻഡ് ആവറേജ് ഓഫ് 5 to 6 lakh per annum with major recruiters as TCS, Infosys, UST, and Federal Bank, etc. സോ ഇതാണ് മാർ ബെസിലിയസിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആസ് പെർ 2024.